പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഇന്ന് തൃക്കാക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിജയത്തിന് വഴിയൊരുക്കുമെന്നാണ് അഡ്വക്കേറ്റ് പുഷ്പദാസ് പറയുന്നത്. എറണാകുളം ജില്ലയിലെ കൃത്യമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃക്കാക്കര. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് മത്സരം? വളരെ നല്ലൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ഇത്തവണ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു നല്ല മത്സരമാണ് നടക്കുന്നത്. പൊതുവേ സംസ്ഥാന രാഷ്ട്രീയം വലിയ തരത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയം മാത്രമല്ല, ഈ മണ്ഡലത്തിൻ്റെ വികസനവും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വീടുകളിൽ പോയിട്ടാണ് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ള വികസന നേട്ടങ്ങൾ ജനങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വികസന ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, തൃക്കാക്കര മണ്ഡലം എറണാകുളം ജില്ലയിലെ ഭരണസിരാ കേന്ദ്രമാണ്. നിരവധി ഫ്ലാറ്റുകളും, പക്ഷേ ഫ്ലാറ്റുകളിലടക്കം നമ്മൾ കയറി ചെല്ലുമ്പോൾ കുടിവെള്ള ദൗർബല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളടക്കം ഈ മണ്ഡലത്തിൽ നേരിടുന്നു എന്നുള്ളതാണ് ജനങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സമ്മതിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UDFിൻ്റെ മണ്ഡലമാണ്, കോൺഗ്രസിൻ്റെ ആധിപത്യമുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ നമുക്കൊരു മേൽക്കൈ നേടാൻ, പാർട്ടിക്കൊരു മേൽക്കൈ നേടാൻ കഴിയുമോ? മേൽക്കൈ നേടാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിൻ്റെ വികസനം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽക്കൈ നേടുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുവേ കാരണം താഴെ തട്ടിലുള്ള രാഷ്ട്രീയ രംഗത്തുനിന്ന് പ്രവർത്തനം നടത്തി കടവൊന്നൊരാളെന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഒരു സാധ്യത അതെങ്ങനെ കാണുന്നു മൊത്തത്തിൽ? എറണാകുളം ജില്ലയിൽ ഇപ്പോൾ 14 മണ്ഡലങ്ങളിലും നല്ല സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ളൊരു സാധ്യതയിലേക്ക് വന്നിട്ടുള്ളത് 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. പൊതുവെ ആ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ അത് പറയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു ചർച്ച പോസിറ്റീവാണ് നെഗറ്റീവാണ്? ഇല്ല, ജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ തന്നെ അവർ അനുഭവിക്കുന്ന 10 വർഷത്തെ ഒരു ചേർത്ത് പിടിക്കൽ അവരിങ്ങോട്ട് പറയുന്നുണ്ട്. അത് നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെന്ന് അവരിങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിജയ സാധ്യത തീർച്ചയായും ഈ മണ്ഡലത്തിൽ ജയിക്കും. എറണാകുളം ജില്ലയിലും പാർട്ടിക്ക് ഇത്തവണ നല്ല മേൽക്കൈ നേടാൻ കഴിയും. കാരണം എപ്പോഴും കോൺഗ്രസ് പറയുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന് എറണാകുളം ജില്ലയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം 9 സീറ്റ് അവർക്ക് അനുകൂലമാവുകയും ചെയ്തു. അതിലൊരു മാറ്റം വരുത്തുവാൻ പാർട്ടിയുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കഴിയുമോ? തീർച്ചയായും. ഒന്ന്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അത് ഈ മണ്ഡലത്തിൽ നല്ല മേൽക്കൈ നേടാൻ പാർട്ടിക്ക് കഴിയും. വൈകിയാണെങ്കിലും ഇന്നലെ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു. 98% പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതൊക്കെ ഈ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്? വലിയ സ്വീകാര്യതയുണ്ട്. ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്. ഓരോ നേട്ടങ്ങളെയും എണ്ണി ജനങ്ങൾ പറയുന്നു. ജനങ്ങളത് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്. തൃക്കാക്കരയിൽ നിന്നും ജിഷ്ണുവിനൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്.